അച്ഛൻ്റെ മരണശേഷം ഈ ഒരാളല്ലാതെ മറ്റാരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? ഇപ്പോൾ സോണിയയ്ക്ക് സിനിമയുമായിട്ട് മറ്റേതെങ്കിലും തരത്തിൽ ഇവരുമായിട്ടൊക്കെ ബന്ധമുണ്ടോ? നിങ്ങളോട് ആരെങ്കിലും ഇവർ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെയില്ല. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒന്നും ആരുമായിട്ടും ഇല്ല. പിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ സംസാരിക്കും, അത്രേ ഉള്ളൂ. ഇവരേത് തരത്തിലാണ് ഈ വാഴുകയാണല്ലോ ഒരു തമ്പുരാക്കന്മാരെ പോലെ, അല്ലെങ്കിൽ ഇവരെ നിരോധിക്കുകയാണ് ആളുകളെ? അത് ചെറുതും വലുതും എന്നുള്ള വ്യത്യാസമില്ലാതെ ആളുകളെ നിരോധിക്കുകയാണ്. ഈ നിരോധനം ഏർപ്പെടുത്തുന്നത്, വിലക്ക് ഏർപ്പെടുത്തുന്നത് ഏത് തരത്തിലാണ്? ഇവര് എങ്ങനെയാണ്? അതായത് ഇവരൊരു 15 പേരെന്ന് പറയുന്നത് 15 പേരും പുരുഷന്മാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാകും? അതിനെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ? അങ്ങനെ ചോദിച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഒരു അനുഭവം എനിക്ക് പറയാൻ സാധിക്കും. അച്ഛനെ സിനിമയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങൾ പുറത്തു പറഞ്ഞു എന്നുള്ളത്. അതിനുശേഷം അച്ഛൻ സിനിമയിൽ നിന്ന് പോയിട്ട് സീരിയലിൽ അഭിനയിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ സീരിയലിലെ ഒരു പ്രധാനപ്പെട്ട സംഘടന, അതിൻ്റെ നേതാവ് സിനിമയിലും ഉള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സീരിയലിൽ നിന്ന് അച്ഛനെ മാറ്റി. അത് കഴിഞ്ഞ് വീട്ടിലിരുന്നു. ആ സമയത്ത് ഒരു ഇംഗ്ലീഷ് സിനിമയിൽ ഡാം 999 എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാനായിട്ട് അച്ഛനെ ബുക്ക് ചെയ്ത്. അപ്പോൾ അച്ഛൻ അവരോട് പറഞ്ഞു, എന്നെ ബുക്ക് ചെയ്യേണ്ട, കാരണം ഇതുപോലുള്ളൊരു ഇഷ്യൂ ഇവിടെ നടക്കുകയാണ്, ചിലപ്പോൾ അവർ നിങ്ങളുടെ ചിത്രീകരണം തന്നെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല ഏട്ടാ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛനെ വിളിക്കുന്നത്. അതേപോലെ തന്നെ ഇവർ ടെക്നീഷ്യൻസിനെല്ലാം പിൻവലിച്ചു അവിടെ. അങ്ങനെ അതിൻ്റെ പേരിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായി. പിന്നെ യക്ഷിയും ഞാനും എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അവിടെ വലിയ പ്രൊപ്പല്ലർ കൊണ്ടുവന്നു, ഇതുപോലെ യക്ഷിയെ കാണിക്കുമ്പോൾ ഉള്ള എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. അത് കൊണ്ടുവന്ന ടെക്നീഷ്യനെയും ആ ഫാനും ഇവർ പിൻവലിപ്പിച്ചു. അങ്ങനെ ഇവർ താഴേക്കിടയെന്ന് എല്ലാവരെയും ഇങ്ങനെ മാറ്റുകയാണ്. പിന്നെ അവർക്ക് എങ്ങനെയാണ് ഒരു ഇത് ചിത്രീകരിക്കാൻ സാധിക്കുന്നത്? ഇവരെ ഒരു ഹിഡൻ അജണ്ട വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ 15 അംഗ ആൾക്കാരുടെ കീഴിലുണ്ട് അതിനുള്ള ആൾക്കാർ. അല്ലാതെ ഇത് ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല, ഇന്ന ആള് എന്നെ വിലക്കി എന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ. അതിനുശേഷം അച്ഛന് ഇന്ത്യൻ റുപ്പിയിൽ അഭിനയിക്കാനായിട്ട് അച്ഛനെ രഞ്ജിത്ത് സാർ വിളിച്ചപ്പോൾ ആണ് ഈ ഫെഫ്ക വിലക്ക് പോലും പിൻവലിച്ചത്. കാരണം അവർക്ക് നാണക്കേടാണ്. അല്ലെങ്കിൽ അച്ഛൻ അവരെ വിലക്കിയിരിക്കുമ്പോൾ അച്ഛനൊരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞ ഈ അമ്മയുടെ പ്രവർത്തനം, അമ്മ എന്നുള്ള MMA എന്നുള്ള താരസംഘടനയുടെ പ്രവർത്തനം, അത് സിനിമയിൽ മാത്രമല്ല ഇവർക്ക് സീരിയലിലും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും.